പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസിൻ്റെ സ്റ്റൂ ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. ഇത് ഞാൻ തലേദിവസം കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പിറ്റേ ദിവസം കുക്കറിലേക്ക് മാറ്റണ്ടെന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ കുക്കറിൽ തന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകിയ ശേഷം ഇട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്ത് അടുപ്പിലേക്ക് വെക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ചെയ്താണ് കേട്ടോ. ഇനി അതിലേക്ക് ഇടാനായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ദേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും, സവോള, കറിവേപ്പില, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻ പീസ് ഞാനൊരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഗ്രീൻ പീസ് വെച്ച് മാത്രം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നല്ലതുപോലെ എല്ലാ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്ന് കരണ്ടി വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉടച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി തിക്നെസ് വരിക കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുന്നും ഗ്രീൻ പീസിൻ്റെ വേറൊരു മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ കടലയൊക്കെ മസാലക്കറി വെക്കുന്ന സമയത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത ശേഷം നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അത് കടുകല്ല കേട്ടോ. ഞാൻ അങ്ങനെ തോന്നരുത്. അത് 3 ഇട്ട് കൊടുത്തൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 സവോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് തിളയും വന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ സവോള വാടിയപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പച്ചമണം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പച്ചമണം പോയതും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളകില്ലേ, ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമ്മുടെ എരിവ് വരുന്നത് പച്ചമുളകും കുരുമുളകിൻ്റെയും മാത്രമാണ്, അല്ലാതെ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് പച്ചമണം പോയി ആ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ ഒഴിച്ച് വന്ന ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ഏകദേശം കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സിൻ്റെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണുക കേട്ടോ. ഇനി കറി കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ടാണ് ഈ നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നേരത്തെ ചെയ്തില്ലേ അവിടം വരെ എത്തിയിട്ട് നിർത്തിയാൽ മതി. അങ്ങനെ തന്നെ കഴിക്കാട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ അവസാനം കുറച്ചൊരു 3 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ചുകൂടി സ്മെല്ലിങ് ഉണ്ടാവും. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കോ ഒരു പായസത്തിൻ്റെയോ അങ്ങനെ ഒരു സ്മെല്ലൊന്നുമല്ല കേട്ടോ. ആ ഒരു കറിൻ്റെ തന്നെയായിരിക്കും സ്മെല്ലൊക്കെ. അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ ഗ്രീൻ പീസ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി തന്നെയാണ് കേട്ടോ. ഒരു 4 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക്. അത് കാലത്ത് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഒരു 5-6 മണിക്കൂറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്രയും ടൈം ഇത് കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാനായിട്ട് കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ ഒരു 1.5 പിടി ചോറ്
ചോറ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറ് ചൂടാവാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ആ നേരത്തെ കാണിച്ച ആ ചോറില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അരി നിങ്ങൾ അരച്ചെടുക്കുക എന്നുണ്ടെങ്കിലും നല്ലോണം പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ടിത് നമ്മൾ ഉഴുന്നരച്ച ശേഷം പച്ചരി കൂടി അരച്ചെടുക്കുന്നുണ്ട്. പച്ചരി ഞാനൊരു 3 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഒരുപാട് നിങ്ങൾ ഫുള്ളാക്കി വെച്ചിട്ട് അരച്ചെടുക്കാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ നല്ലോണം ഇത് പാകമാവുന്നു എന്നുള്ള ഒരു ഇതാണ് കേട്ടോ, അതിൻ്റെ ഒരു ടിപ്പാണ്. ആ ഒരു പതഞ്ഞ പോലെ കുമിളകൾ വരും കേട്ടോ, അതായത് ബബിൾസ് വരും. അതാണ് കേട്ടോ അതിൻ്റെ പാകമായി. അത്രത്തോളം അത് ബബിൾസ് വരുമ്പോഴാണ് അത് കറക്റ്റ് അരഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ആയ ശേഷം എന്തേ നമ്മുടെ ഉഴുന്നരച്ചയിലേക്ക് എല്ലാം ഞാനത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം പച്ചരി മാത്രം കേട്ടോ അത് അരച്ചെടുക്കുമ്പോൾ അവസാനം കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതേ കണ്ടില്ല എത്രത്തോളം ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ആ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി എടുക്കില്ലേ ആ ഒരു പാകത്തിന് ഇതൊന്ന് ഗ്യാസിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറുക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് കട്ട ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചൂടാറി വരുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നു. എന്നിട്ട് ഇടയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് ചെറുതായിട്ടൊന്ന് സെൻറ്ററിൽ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ കട്ട പിടിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടുത്ത് തന്നെ നിന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ലൂസാക്കി മാത്രം എടുത്താൽ മതി. ഒരുപാട് കട്ടിക്കാവാതെ കുറച്ച് ലൂസാക്കി കുറുക്കിയെടുക്കുക കേട്ടോ. ഞാനിത് കുറുക്കിയെടുത്ത സമയത്ത് ചെറുതായിട്ട് കട്ടയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ തന്നെ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് ഇതുപോലെ നല്ല പേസ്റ്റാക്കി കിട്ടും കേട്ടോ. ഇനി അതുകൂടി നമ്മുടെ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ചട്ടി ചെറുതായതുകൊണ്ട് ഞാനൊരു 2 പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യാതെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാവ് വേറെ അങ്ങനെ ഉഴുന്ന് വേറെ പച്ചരീൻ്റെ അരച്ചില്ലേ അത് രണ്ടും വേറെ വേറെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ പകുതി മാറ്റി വയ്ക്കുന്നുണ്ട്. കാലത്ത് എണീക്കുമ്പോൾ നല്ലോണം പൊന്തി വരും കേട്ടോ. അപ്പോൾ വെളിയിൽ പോകാണ്ടിരിക്കാൻ അപ്പോൾ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം കാലത്ത് ദേ നമ്മൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ. നല്ലോണം പൊന്തി വരുന്നുണ്ട് കേട്ടോ. ദേ നല്ലോണം പൊന്തി നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോ കേട്ടോ. ഇനിയിപ്പോൾ കയ്യിലാക്കാൻ മടിച്ചിട്ട് കരണ്ടി കൊണ്ടൊക്കെ ഇളക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പൊന്തി വരില്ല. അപ്പോൾ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 മാവ് നമ്മുടെ സെയിം അതേപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുട്ടുകൂടി കാണിച്ചു കൊടുക്കുക. നമ്മൾ നോൺ സ്റ്റിക്കിലാണ് ചുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഇരുമ്പ് തവയിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ട് സൈഡൊക്കെ ഒരു ഭംഗി കുറവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിൽ വെച്ചുകൊണ്ട് സൈഡൊന്നും മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു റൗണ്ട് ചുറ്റിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പും ഇല്ലാത്തതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നിട്ട് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.